വിശാലിനിയുടെ പുതിയ പ്രൊമോയിൽ ബാലചന്ദ്രൻ ഇതുവരെയും വിവാഹവേദിയിലേക്ക് എത്തിയിട്ടില്ല. ശാലിനിയും ശാരദാമ്മയും എല്ലാവരും എത്തിക്കഴിഞ്ഞു. മുഹൂർത്തം ആകാറായിട്ടും ബാലചന്ദ്രൻ എത്താത്തതിൽ വിഷമിച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയുമൊക്കെ. ബാലചന്ദ്രൻ സമയമായിട്ടും ഇതുവരെ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അതേസമയം ബാലചന്ദ്രന്റെ കൈയും പിടിച്ച് രാജേശ്വരി അവിടേക്ക് വരികയാണ്. കൂടെ ഗോപാലകൃഷ്ണനുമുണ്ട്. വേദിയിലേക്ക് എത്തിയ ശേഷം രാജേശ്വരി പറയുകയാണ്, അതെ, ചെറുക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുമേനി പറയുകയാണ്, മുഹൂർത്തം ആകാറായി. അങ്ങനെ രാജേശ്വരിയും ഗോപാലകൃഷ്ണനുമൊക്കെ വെപ്രാളപ്പെട്ട് ബാലചന്ദ്രനെ വേദിയിലേക്ക് കയറ്റിയിരുത്തുകയാണ്. പിന്നീട് ഗോപാലകൃഷ്ണൻ കൈപിടിച്ച് ശാലിനിയെയും ഇരുത്തുന്നു. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് ഒരു നിമിഷം താലിയെടുത്ത് എല്ലാവരെയും നോക്കി നിൽക്കുന്ന ബാലചന്ദ്രനെയാണ്. പിന്നീട് അത് ശാലിനിയുടെ കഴുത്തിലേക്ക് വയ്ക്കാൻ തുടങ്ങുകയാണ് ബാലചന്ദ്രൻ. ദാസനും കമലനും ഒക്കെ ശ്രമിച്ചിട്ടും ബാലചന്ദ്രനെ വിവാഹവേദിയിലേക്ക് എത്തിക്കാതിരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇനി പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇത്രയുമാണ് മറ്റന്നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.